ശിവഗീതയിലെ 2-ാം അധ്യായമായ വൈരാഗ്യോപദേശത്തിലെ അടുത്ത ചില ഭാഗങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അഗസ്ത്യ മഹാമുനി ശ്രീരാമദേവനോട് പറയുകയാണ്, ഒരാൾ മറ്റൊരാളെ നശിപ്പിച്ചു എന്ന് അവകാശവാദം പുറപ്പെടുവിക്കുന്നു. മറ്റേയാൾ താൻ നശിപ്പിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ നശിച്ചു എന്ന് പറയുന്ന ആളും നശിക്കപ്പെട്ടു എന്ന് പറയുന്ന ആളും സത്യത്തിൽ യാഥാർത്ഥ്യം എന്താണ് അറിയുന്നില്ല. ആത്മാവിനെ നശിപ്പിക്കാനോ ഇല്ലാതാക്കാനോ സൃഷ്ടിക്കുവാനോ കഴിയില്ല. അപ്പോൾ ആത്മാവിനെ നശിപ്പിക്കാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെ മറ്റൊരാളെ നശിപ്പിച്ചു എന്ന് പറയാൻ പറ്റും? ദേഹവും ആത്മാവും രണ്ടും രണ്ടാണ്. അതുകൊണ്ട് അല്ലയോ രാജാവേ, വേദന എന്ന് പറയുന്നത്, ദുഃഖം എന്ന് പറയുന്നത് അതിന് യാതൊരു കാരണവുമില്ല. അത് ശരീരത്തെ മാത്രം ബാധിക്കുന്നതാണ്. എന്നാൽ ആത്മാവിനെ ദുഃഖമൊട്ട് ബാധിക്കുന്നുമില്ല. ഈ സത്യം നീ മനസ്സിലാക്കി ആത്മാവിൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കി എല്ലാവിധ ദുഃഖങ്ങളെയും ഒഴിവാക്കുക. അപ്പോൾ അഗസ്ത്യ മഹാമുനി പറയുന്നത്, ആത്മാവിൻ്റെ സത്യം മനസ്സിലാക്കി ദേഹത്തിലുണ്ടാകുന്ന വികാരഭേദങ്ങളെ അവഗണിക്കുക. സത്യത്തിൽ ദേഹത്തിനാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. ദേഹം നമ്മുടെ യഥാർത്ഥ രൂപവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതാണ്. അതുകൊണ്ട് ദേഹം വേറെ, ദേഹി വേറെ എന്ന സത്യം മനസ്സിലാക്കുക. ആത്മാവിനെ ദുഃഖിപ്പിക്കാനോ ആത്മാവിനെ നശിപ്പിക്കാനോ ഇല്ലാതാക്കാനോ ഒരു ശക്തിക്കും കഴിയില്ല എന്നുള്ള ആ സത്യം അല്ലയോ രാമചന്ദ്ര അങ്ങ് മനസ്സിലാക്കുക. ഇത് കേട്ടപ്പോൾ രാമചന്ദ്രന് ഒരുപാട് സംശയങ്ങൾ ഉദിക്കുകയാണ്. ശ്രീരാമൻ എന്നിട്ട് അഗസ്ത്യ മഹാമുനിയോട് ചോദിക്കുകയാണ്, ഹേ പുണ്യാത്മാവേ, ശരീരം മൂലമുണ്ടാകുന്ന വേദനകൾ ആത്മാവിനെ വേദനിപ്പിക്കില്ല എന്നങ്ങ് പറഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ സീതയെ വേർപെട്ടതിൻ്റെ തീവ്ര ദുഃഖം എന്നെ നിരന്തരം വേട്ടയാടുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ തുടർച്ചയായി അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ദുഃഖവുമെല്ലാം മിഥ്യയാണെന്നങ്ങ് പറഞ്ഞു. അതൊന്ന് എനിക്ക് വ്യക്തമാക്കി തരാമോ എന്ന് ചോദിക്കുകയാണ്. അതിന് അഗസ്ത്യ മഹാമുനി മറുപടി പറയണം, ഒരു മനുഷ്യനെ പീഡിപ്പിക്കുന്ന ദുഃഖത്തിനോ അവനെ സന്തോഷിപ്പിക്കുന്ന ആനന്ദത്തിനോ ആ വ്യക്തിയാണ് ഉത്തരവാദി. പക്ഷേ മറ്റൊരാൾ എന്ന് അതിന് കർത്താവായിത്തീരുന്നു എന്ന് എങ്ങനെ പറയാൻ കഴിയും? മായയും ബ്രഹ്മവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് അഗസ്ത്യ മഹാമുനി ശ്രീരാമചന്ദ്രന് വ്യക്തമാക്കി കൊടുക്കുന്നു. ബ്രഹ്മം എന്ന് പറയുന്നത് ആനന്ദമാണ്, നിത്യമാണ്. മായ എന്ന് പറയുന്നത് ദുഃഖമാണ്, അനിത്യമാണ്. ബ്രഹ്മം എന്ന് പറയുന്നത് നാമരൂപരഹിതമായും നാമരൂപത്തിന് ആധാരമായും ഇരിക്കുന്നു. മായ എന്ന് പറയുന്നത് നാമരൂപ സ്വരൂപമാണ്. ബ്രഹ്മം സമഷ്ടി വ്യഷ്ടിരഹിതമായി ഏറ്റവും വ്യാപകമായി ഇരിക്കുന്നു. മായയാകട്ടെ സമഷ്ടി വ്യക്തി സമ്മതമായി ആപേക്ഷിക വ്യാപ്തിയോടെ ഇരിക്കുന്നു. ബ്രഹ്മം എന്ന് പറയുന്നത് ഉൽപ്പത്തി, സ്ഥിതി, നാശം ഇവയൊക്കെ കൂടാതെ പരിപൂർണ സച്ചിദാനന്ദമായിരിക്കുന്നു. എന്നാൽ മായയാകട്ടെ ഉൽപ്പത്തി രഹിതമായി സ്ഥിതിനാശത്തോടു കൂടെ ഇരിക്കുന്നു. ബ്രഹ്മം അധിഷ്ഠാന ദൃഷ്ടാവായിരിക്കുന്നു. മായ ആധേയ ആരോപദൃശ്യമായിരിക്കുന്നു. ബ്രഹ്മത്തിൽ നിന്നും മായയിൽ ഉണ്ടാകുന്ന ആവാസൻ ബന്ധമുക്ത ഭാവത്തെ കൊള്ളുമ്പോൾ ബ്രഹ്മം നിവാരണ അപാര പരിശുദ്ധ മാത്രയിൽ ഇരിക്കുന്നു. മായ ബന്ധാവസ്ഥയിൽ
രാജസ താമസ ഗുണത്തോടും മോക്ഷാവസ്ഥയിൽ സാത്വിക ഭാവത്തെ കൊണ്ട് മായുവാൻ ഒരുങ്ങിയുമിരിക്കുന്നു. ബ്രഹ്മം സച്ചിദാനന്ദ സ്വരൂപമായി പഞ്ചസാരയിൽ മധുരം പോലെ ശക്തി സ്വരൂപമായിരിക്കുന്നു. എന്നാൽ മായയാകട്ടെ ത്രിഗുണങ്ങളോടുകൂടെ ശക്തിയുടേതായി ഉത്തേജക പ്രതിബന്ധങ്ങളെ കൊണ്ട് വിജൃംഭണത്തിനായി അപേക്ഷിച്ചതുപോലെ ഇരിക്കുന്നു. ബ്രഹ്മം നിവൃത്തി നിത്യവും മായ നിവൃത്തി ആഭാസം മൂലം ആപേക്ഷികവുമായിരിക്കുന്നു. മായയ്ക്ക് വിക്ഷേപാവരണങ്ങളുണ്ടെങ്കിലും ആഭാസനെ കൂടാതെ ചേഷ്ടയില്ല. അതിനാൽ മായ അത്യന്തം അനിത്യമാണ്. പ്രതീതി തോന്നുന്നതിനാൽ സത്തിനും അസത്തിനും വിലക്ഷണത്തെ കൊണ്ട് അനിർവചനീയമായ സ്വരൂപത്തെ കൊടുക്കുന്നു. ബ്രഹ്മത്തിൻ്റെ സാധാരണ സ്വരൂപം മായയ്ക്കാധാരമായും വിശേഷ സ്വരൂപം മായയുടെ നിവൃത്തിക്ക് കാരണമായും ഇരിക്കുന്നു. മായ ബ്രഹ്മത്തെ ആശ്രയിച്ച് നാമരൂപങ്ങളെയും വിക്ഷേപത്തെയും കൊണ്ട് ബ്രഹ്മത്തെ മറയ്ക്കുവാനൊരുങ്ങുന്നു. ബ്രഹ്മത്തിൻ്റെ സാധാരണ വിശേഷ സ്വരൂപങ്ങൾ രണ്ടും തന്നെ വാസ്തവത്തിൽ സത്തിനും അസത്തിനും വിലക്ഷണമായ മായയ്ക്കും പ്രതിബന്ധമല്ല. അപ്പോൾ മായയും ബ്രഹ്മവും തമ്മിലുള്ള വ്യത്യാസത്തെ ഇവിടെ ഭഗവാന് വളരെ വ്യക്തമായി അഗസ്ത്യ മഹാമുനി താരതമ്യ പഠനത്തിലൂടെ വ്യക്തമാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. മായ ബ്രഹ്മത്തെ ആശ്രയിച്ച് നാമരൂപങ്ങളായും വിക്ഷേപത്തെയും കൊണ്ട് ബ്രഹ്മത്തെ മറയ്ക്കുവാൻ ശ്രമിക്കുന്നു. അപ്പോൾ മായയാണ് സത്യത്തിൽ ബ്രഹ്മത്തെ മറയ്ക്കുന്ന ഒരു ഉപാധി. ഈ മായ മാറിക്കഴിഞ്ഞാൽ ബ്രഹ്മം എന്ന ആത്മാവ് തെളിയുകയും അതോടെ അങ്ങയുടെ എല്ലാ ദുഃഖങ്ങളും മാറിക്കിട്ടുമെന്നും ശ്രീരാമചന്ദ്രനോട് അഗസ്ത്യ മഹാമുനി പറയുന്നതാണ് ഇവിടെ. അതായത് മഹേശ്വരൻ്റെ മായ ആർക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ചോദ്യം. ഈ പ്രപഞ്ചം മുഴുവനും ആ മഹേശ്വരൻ്റെ മായയിൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ആ മായയാൽ പ്രകൃതി ആകെ നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ മായയും പ്രകൃതിയും ഒന്ന് തന്നെയാണ്. ആ മായയെ സൃഷ്ടിച്ചതാരാ? മഹേശ്വരനാണ്. സത്യത്തിൻ്റെയും അറിവിൻ്റെയും രൂപമായ ശാശ്വതമായ അക്ഷയമായ എല്ലാ ലോകങ്ങളെയും സംരക്ഷകനായ ഭഗവാൻ ശിവനാണ് ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ പ്രപഞ്ചം മുഴുവനായും അവ്യക്തമായും ജീവനുള്ളതായും നിർജീവമായതിലും വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ശിവൻ വ്യാപിച്ചിരിക്കുന്നു എന്നാണ് അഗസ്ത്യ മഹാമുനി പറയുന്നത്. അത് അവ്യക്തമായും ജീവനുള്ളതിലും ജീവനില്ലാത്തതിലും വ്യാപിച്ചിരിക്കുന്നു. മഹേശ്വരൻ്റെ അംശം എല്ലാ ജീവജാലങ്ങളുടേതുമായ ഹൃദയങ്ങളിൽ ആത്മാവായി വസിക്കുന്നു. അപ്പോൾ മുൻകാല കർമ്മങ്ങൾ കാരണമാണ് നമുക്ക് മഹേശ്വരനെ കാണാൻ കഴിയാത്തത്. മുൻകാല കർമ്മങ്ങൾ കൊണ്ട് പലപ്പോഴും മായയ്ക്കധീനരായി നാം മഹേശ്വരനെ കാണാതെ മറഞ്ഞിരിക്കുന്ന ആ ഭഗവാന് വേണ്ടി നാം അന്വേഷിക്കുകയാണ് വേണ്ടത്. അങ്ങനെ മഹേശ്വരനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ മായാ ദുഃഖങ്ങളെല്ലാം മാറിക്കിട്ടും. മഹേശ്വരൻ്റെ അംശം എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയങ്ങളിൽ വസിക്കുന്നു.